കൊച്ചിയിലെ പ്രമാണിയായിരുന്നു വിശ്വനാഥൻ. ആകാശം മുട്ടെ നിന്ന അദ്ദേഹത്തിന്റെ അഭിമാനത്തെക്കാൾ വലുതായിരുന്നു മകൾ കാവ്യയോടുള്ള സ്നേഹം. അമ്മയില്ലാത്ത കുറവറിയാതെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അയാൾ അവളെ വളർത്തിയത്. തന്റെ 23-ാം വയസ്സിൽ ദരിദ്രനെങ്കിലും സ്നേഹസമ്പന്നനായ അർജുന്റെ കൈപിടിച്ച് കാവ്യ ആ പടിയിറങ്ങി. അനുഗ്രഹത്തിനായി അന്നു വൈകുന്നേരം അവർ ആ തറവാട്ടുപടിക്കൽ വന്നു നിന്നു. ഇറങ്ങിപ്പോ എന്നൊരു വാക്കല്ലാതെ അച്ഛൻ മറ്റൊന്നും പറയാതെ അവളുടെ മുൻപിൽ വാതിൽ കൊട്ടിയടച്ചു. ആ വലിയ തറവാട്ടിൽ നിന്ന് ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നടപ്പെട്ടു. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്കു കീഴിൽ ഇല്ലായ്മകൾക്കിടയിലും അവരുടെ പ്രണയം വളർന്നു. ഓരോ ചെറിയ നിമിഷവും അവർക്ക് വിലമതിക്കാനാവാത്ത സമ്മാനമായി. വർഷങ്ങൾ കടന്നുപോയി. ഒരു മകനും മകളും പിറന്നതോടെ അവരുടെ ആ കൊച്ചു ലോകം കളിച്ചിരികളാൽ മുഖരിതമായി. വീട്ടിലുണ്ടാക്കുന്ന കേക്കുകളും സ്നേഹത്തോടെ നിർമ്മിച്ച കളിപ്പാട്ടങ്ങളും കൊണ്ട് ആ പിറന്നാൾ ദിനങ്ങൾ മാന്ത്രികമായിരുന്നു. പക്ഷേ വിധി അവർക്ക് നേരെ കണ്ണടച്ചു. അർജുന്റെ ജോലി നഷ്ടപ്പെട്ടു. വരുമാനം നിലച്ചു. വാടക കൊടുക്കാൻ പോയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവർ ബുദ്ധിമുട്ടി. എങ്കിലും തങ്ങളുടെ ഭയം മക്കളെ അറിയിക്കാതെ അവർ പിടിച്ചു നിന്നു. കാവ്യ അടുത്ത വീടുകളിൽ ട്യൂഷൻ എടുത്തു. അർജുൻ പുലർച്ചെ പത്രമിടാൻ പോയി. പലപ്പോഴും മക്കളുടെ വയർ നിറഞ്ഞു കഴിയുമ്പോൾ അടുപ്പിലെ കലം കാലിയായിരിക്കും. തന്റെ വിശപ്പ് അവൾ സ്നേഹം കൊണ്ട് മറച്ചു. ഒരു നാൾ രാത്രി എല്ലാ ധൈര്യവും ചോർന്നുപോയ അർജുൻ ഒരു കുഞ്ഞിനെ പോലെ അവളുടെ മടിയിൽ കിടന്നു കരഞ്ഞു. എന്നെ കൊണ്ടൊന്നിനും കഴിയുന്നില്ലല്ലോ കാവ്യ. അവന്റെ മുടിയിഴകളിൽ തലോടി അവൾ പറഞ്ഞു, ഈ ലോകം മുഴുവൻ എതിരായാലും നമുക്ക് നമ്മളില്ലേ. ഓരോ ദിവസവും അവർക്കൊരു പോരാട്ടമായിരുന്നു. സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവരതൊരുമിച്ച് നേരിട്ടത്. കാവ്യ പഴയ സാരികൾ കൊണ്ട് കർട്ടനുകൾ തുന്നി. അർജുൻ മരക്കഷ്ണങ്ങൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി. അവരുടെ സന്ധ്യകൾ ലളിതമായിരുന്നു. ഒരു പിടി അത്താഴം, താരാട്ടിന്റെ ഈണം, മങ്ങിയ വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് കഥകളുടെ ലോകവും. പട്ടിണിയിലുറങ്ങിയ രാത്രികൾ ഉണ്ടായിരുന്നു. പക്ഷേ കാവ്യയുടെ കഥകൾ വിശപ്പിന്റെ മുറവിളിയെ അടക്കി നിർത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിറയാർന്ന ശബ്ദത്തിൽ അർജുൻ കാവ്യയോട് ആ വാർത്ത പറഞ്ഞു. അച്ഛൻ പോയി. കണ്ണുനീരിന്റെ നേർത്ത കണിക പോലുമില്ലാതെ അവൾ അവനെ നോക്കി. അവളുടെ ശബ്ദം കല്ലുപോലെ ഉറച്ചതായിരുന്നു. എന്നെ വേണ്ടെന്ന് വെച്ച ആളല്ലേ, എന്തിനാണ് നീ കരയുന്നത്? 3 നാൾ കഴിഞ്ഞ് അർജുൻ ഒരു കവർ അവൾക്ക് കൊടുത്തു. ഇത് വായിച്ചാൽ ചിലപ്പോൾ നീ എന്നെ വെറുക്കും. അതൊരു കത്തായിരുന്നു. മരണത്തിന്റെ മറുതീരത്ത് നിന്ന് അച്ഛൻ അവൾക്ക് എഴുതിയത്. അവരുടെ വാടക, മക്കളുടെ ഫീസ്, അർജുന് കിട്ടിയ പുതിയ ജോലി, എല്ലാത്തിനു പിന്നിലും ആ അച്ഛന്റെ നിശബ്ദമായ കൈകളുണ്ടായിരുന്നു. അവളുടെ കൈകൾ വിറച്ചു. അതിലുള്ള ഓരോ വാക്കും നോവിക്കുന്ന ഒരു സാന്ത്വനമായിരുന്നു. മകൾ തോറ്റുപോകാതിരിക്കാൻ, അവളുടെ അഭിമാനം മുറിയാതിരിക്കാൻ ഒരു നിഴല് പോലെ അയാൾ കൂടെയുണ്ടായിരുന്നു. ഒടുവിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല, തിരിച്ചറിവിന്റെ ആഴത്തിൽ നിന്നൊഴുകിയതായിരുന്നു. പിറ്റേന്ന് രാവിലെ അച്ഛന്റെ ചിത്രത്തിന് മുന്നിൽ അവൾ ഒരു വിളക്ക് കൊളുത്തി. ആ വെളിച്ചത്തിൽ അവളുടെ കണ്ണുനീർ ഉരുകിയൊലിച്ചു. അച്ഛാ, ആ വിളിയിൽ ക്ഷമയും സ്നേഹവും സങ്കടവും എല്ലാം അടങ്ങിയിരുന്നു. പിന്നീട് വക്കീൽ വന്നപ്പോൾ അവൾ അറിഞ്ഞു, ആ തറവാടും മക്കളുടെ ഭാവിക്കായി ഒരു വലിയ സമ്പാദ്യവും അച്ഛൻ അവൾക്കായി കരുതി വെച്ചിരുന്നു. വർഷങ്ങൾക്കു ശേഷം അവൾ ആ പടികൾ വീണ്ടും കയറി. ഒരു മകളായിട്ടല്ല, മറിച്ച് അഭിമാനിയായ ഒരു സ്ത്രീയായി. ഒരു കാലത്ത് അവളെ ശ്വാസം മുട്ടിച്ച ആ ചുവരുകൾ ഇന്ന് അവളുടെ അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി. അച്ഛന്റെ മൗനം ഉറങ്ങിക്കിടന്ന ഇടനാഴികളിൽ അവളുടെ മക്കളുടെ കളിച്ചിരികൾ മുഴങ്ങി. കാവ്യ അച്ഛന്റെ ചിത്രം ചുമരിൽ തൂക്കി. അതൊരു കടമയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. ആ മുറികളിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ അയാളുടെ മൗനത്തിന്റെ ആഴം അവൾ ആദ്യമായി അറിയുകയായിരുന്നു. അച്ഛന്റെ മുറി കാലം തൊടാതെ നിന്നിരുന്നു. ആ മേശപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേന അവളെ കാത്തിരുന്നതുപോലെ. വിറയ്ക്കുന്ന വിരലുകളും അചഞ്ചലമായ മനസ്സുമായി അവൾ ആ പേന കയ്യിലെടുത്തു. അവൾ ആ കസേരയിലിരുന്നു. അധികാരത്തിനു വേണ്ടിയായിരുന്നില്ല, മറിച്ച് അച്ഛന്റെ സാന്നിധ്യം തൊട്ടറിയാനായി. എനിക്ക് മനസ്സിലായി അച്ഛ, അവൾ മന്ത്രിച്ചു. ആ നിശബ്ദത തിരികെ പുഞ്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. അന്നു രാത്രി അവൾ മക്കൾക്ക് ഒരു കഥ പറഞ്ഞുകൊടുത്തു. ദൂരെ നിന്നും അവരെ കാത്ത മുത്തച്ഛന്റെ കഥ. അച്ഛന്റെ ആ മൗനമാണ് അദ്ദേഹത്തിന്റെ സ്നേഹഭാഷയെന്ന് തിരിച്ചറിഞ്ഞതോടെ അവളുടെ ഭയം ഇല്ലാതായി. വർഷങ്ങളായുള്ള വിദ്വേഷം ഒരു നിമിഷത്തെ തിരിച്ചറിവിൽ അലിഞ്ഞുപോയി. അവളുടെ കഥകൾ മക്കൾക്ക് സ്നേഹത്തിന്റെ ചിറകുകളും ഭാവനയുടെ ലോകവുമേകി. നിശബ്ദത തളം കെട്ടി നിന്ന ആ വീട്ടിൽ ഇന്ന് ചിരിയുടെയും പുതിയ പ്രതീക്ഷകളുടെയും അലകളുയർന്നു.